ഹലോ ഫ്രണ്ട്സ്, കുറേ ദിവസത്തിന് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ണിയുടെ നൂലുകെട്ടായിരുന്നു, 28th ഡേ. അപ്പോൾ 28-നാണ് നമ്മൾ നൂല് കെട്ടുന്നത്. വലിയ ചടങ്ങായിട്ടൊന്നുമില്ല. ഞാൻ, അച്ഛനമ്മ, അനിയൻ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചി, എന്നെ ഉണ്ണീനെ നോക്കുന്ന ചേച്ചി, മോള്, അത്ര പേരുള്ളൂ, വേറെ ആരുമില്ല. നമ്മൾ 90-നാണ് ഗ്രാൻഡായിട്ട് നെയിമിങ് സെറമണി നടത്തുന്നത്. അപ്പോൾ ആദ്യം തന്നെ അച്ഛൻ വിളക്കും ഒക്കെ കത്തിച്ച് സ്റ്റാർട്ട് ചെയ്തു. അമ്മ നമ്മളെ തേനും വയമ്പൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചേച്ചി ഗൈഡിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ, എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ചേച്ചിയും ഉണ്ണിയും അടുത്തന്നെ ഇരിക്കുന്നുണ്ട്. ഞാനും ഉണ്ണിയും ഒക്കെ രാവിലെ നേരത്തെ തന്നെ കുളിച്ച് ഫ്രഷായി റെഡി ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ മോൾക്ക് ചരട് കെട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ ചരട് അച്ഛൻ കെട്ടി കൊടുത്തു. കാരണം അവൾ ചെറിയ കുട്ടിയാണല്ലോ. അപ്പോൾ അവൾക്ക് ഇതൊക്കെ കാണുമ്പോൾ കുഞ്ഞു കുഞ്ഞു കുശുമ്പുണ്ട് എൻ്റെ മോൾക്ക്. അപ്പോൾ ഇതൊക്കെയാണ് കുഞ്ഞ് കുപ്പിവള. പിന്നെ അവൾക്കും കുറച്ച് കുപ്പിവള മേടിച്ച് വെച്ചു. പിന്നെ കൺമഷി, പിന്നെ ഉണ്ണിക്ക് കൊടുക്കാനുള്ളൊരു പട്ട്, എന്താ പറയുക, ഒരു പുടവ അല്ല, എന്താ പറയുക, സെറ്റുമുണ്ട്, കസവുമുണ്ടും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചു. അമ്മ തേനും വയമ്പൊക്കെ എടുത്തിട്ട് അമ്മയും റെഡിയായി. അപ്പോൾ ആദ്യം തന്നെ ബബ്ലുവിന് ഒരു ചരട് കെട്ടി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവൾക്ക് കുറച്ച് കരിവള അച്ചാച്ചൻ ഇട്ട് കൊടുത്തു. ഫസ്റ്റ് അവളുടെ കാര്യങ്ങൾ ചെയ്തു. ഇല്ല വെച്ചാൽ ഒന്നിനും സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു. അപ്പോൾ അവൾ ഒന്ന് സെറ്റാവുമല്ലോ. അപ്പോൾ നമ്മുടെ ചെക്കൻ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. മോനാണ് കേട്ടോ, അറിയാത്തവർക്ക്. ഞാനുണ്ട്, വീനുണ്ട്. അപ്പം ഞാനവിടെ പോയിരുന്നു. ആദ്യം തന്നെ അച്ഛൻ കുറിയൊക്കെ തൊട്ട് കൊടുത്തു, ഭസ്മം തൊട്ട് കൊടുത്തു. പിന്നെ വളകൾ തൊടുകയാണ്. ഇതിനെപ്പറ്റി എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഭസ്മം കയ്യിലും നെറ്റത്തും കഴുത്തിലും പിന്നെ കയ്യിൻ്റെ 2 സൈഡിലും ഒക്കെ തൊട്ട് കൊടുത്തു. ഇനി ചരട് കെട്ടാൻ പോവാണ് കേട്ടോ. ഞാൻ ബബ്ലുവിനെ എൻ്റെ മടിയിലിരുത്താൻ നോക്കുകയാണ്. അവൾ ഒതുങ്ങിയിരിക്കണില്ല. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മടിയിലൊന്ന് ഇരുന്നോട്ടെ വെച്ചിട്ടാണ്. അവൾ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നിരുന്നു. അങ്ങനെ നമ്മൾ ചരടൊക്കെ കെട്ടി കൊടുത്തു. ഇത് ഞാൻ വോയിസ് ഓവറായിട്ട് പിന്നീട്ടാണ് കൊടുക്കുന്നത്. പിന്നെ മോനുള്ള കുറച്ച് കരിവള ഞങ്ങൾ മാറി മാറി ഓരോരുത്തരായിട്ട് അമ്മയും അച്ഛനും ഞാനും അനിയനും ഒക്കെ ഇട്ടു, ചേച്ചിയൊക്കെ ഇട്ടു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മോനുള്ള തേനും വയമ്പും അമ്മയും അച്ഛനും ഇതുപോലെ നാവിൽ ചാർത്തി കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോ ചെയ്യുമ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ മോൻ്റെ സൗണ്ട് ഉണ്ടാവും. മോൻ്റെ അടുത്ത് കിടന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ചെയ്യണമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മളെ വീഡിയോസ് കുറേ ദിവസം മിസ്സായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അധികം നേരം സംസാരിക്കാനുള്ളൊരു ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടില്ല. കാരണം മോനും മോളുടെ കാര്യങ്ങളും ഒക്കെ കൂടിയാകുമ്പോൾ നമ്മൾ റഷാണല്ലോ നമ്മളെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ പേരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ മോണിറ്റൈസേഷൻ ആക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ പിന്നെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.
അപ്പോൾ പിന്നീട് നമ്മൾ അമ്മയും ഞാനും കണ്ണൊക്കെ എഴുതി കൊടുത്തു, പൊട്ട് തൊട്ട് കൊടുത്തു. ഇത് ഓർഗാനിക്കല്ല, നമ്മൾ മേടിക്കുന്നതാണല്ലോ. അപ്പോൾ നമ്മളെന്തായാലും വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കരി വെച്ചിട്ട് ഇനി വരച്ച് കൊടുക്കണമെന്നാണ് അമ്മ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗൈസ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ എത്ര ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു.